ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. മുകുന്ദമാല 12ാം ശ്ലോകം. ഭവജലധിഗതാനാം ദ്വന്ദ്വവാദാഹതാനാം സുദദുഹൃദ്കളത്രത്രാണഭാരാർദ്ധിതാനാം വിഷമവിഷയതോ യേ മഞ്ജതാമപ്ലവാനാം ഭവതു ശരണമേകോ വിഷ്ണുപോദോ നരാണാം. സംസാരമാകുന്ന സമുദ്രത്തിൽ വീണിട്ടുള്ളവരും സുഖദുഃഖങ്ങളാകുന്ന കൊടുങ്കാറ്റുകൊണ്ട് വിഷമിക്കുന്നവരും പുത്രന്മാരെയും പുത്രിമാരെയും ഭാര്യയെയും മറ്റും രക്ഷിക്കുവാനുള്ള ഭാരം കൊണ്ട് ദുഃഖിതരും, അതായത് ലൗകികരായ നമ്മളെ പോലെയുള്ള ആൾക്കാർ, സുഖദുഃഖങ്ങൾ നിറഞ്ഞ വിഷയ ജലത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവരും കരക്കു കയറുവാൻ വഞ്ചിയില്ലാത്തവരുമായ ജനങ്ങൾക്ക് വിഷ്ണുവാകുന്ന വഞ്ചി ഒരേ ശരണമായി ഭവിക്കട്ടെ. ഭഗവാന്റെ പാദ സ്മരണയുണ്ടാവണം എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പം ഭഗവാൻ തന്നെ വഞ്ചിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ തോണിയിൽ കയറി വേണ്ടുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ വ്യംഗ്യം. സംസാരികളായ ജനങ്ങൾക്ക് ഈ സംസാരാർണവത്തിൽ നിന്ന് കരകയറുവാൻ ഒരു വഴിയുമില്ലാതെ വിഷമിക്കുന്ന ജനങ്ങൾക്ക് ഒരു രക്ഷാകേന്ദ്രമായി മഹാവിഷ്ണു ഭവിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്ന് അർത്ഥം. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷ കിട്ടണേ എന്ന് സാക്ഷാൽ മഹാവിഷ്ണുവോട് തന്നെ, നാരായണനോട് തന്നെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാ സജ്ജന സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മുകുന്ദമാല എന്ന ഭക്തി കാവ്യത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ